ชุดออกแบบและตัดเย็บโดยคุณพัชระแก้วกระจ่างและคุณอาทิกุลธีระวงศ์สุวรรณห้องเสื้อ GL Garlet Design എത്ര കൂളായിട്ടാണല്ലേ നമ്മുടെ മിസ് തായ്ലൻഡ് കണ്ടസ്റ്റൻറ്റ് ആ ഒരു സിറ്റുവേഷനെ നേരിട്ടത്. ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഇതെന്താ സാധനം, ഇവർ സെറ്റ് പല്ല് വെച്ചതാണോ, എന്താ സംഭവം എന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ബേസിക്കലി സ്നാപ്പ് ഓൺ വെനീസ് എന്ന് പറയുന്ന ഒരു അപ്ലയൻസ് ആണ്. ഇത് സംഭവം നമ്മുടെ പല്ലുകളിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ തന്നെ ജസ്റ്റ് ഒരു താൽക്കാലിക ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിമൂവബിൾ അപ്ലയൻസ് മാത്രമാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. ചെറിയ ഫംഗ്ഷനുകൾക്കോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ വേണ്ടി മാത്രം താൽക്കാലികമായി ധരിക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് ഇത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല്ലുകളായിട്ട് ഒരിക്കലും ഫിക്സഡ് ആയിട്ട് ഒട്ടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ധരിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനോ ദീർഘനേരം സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണോ? അല്ല. പല്ല് കുറച്ചൊക്കെ പൊന്തിയിരിക്കുന്ന ആൾക്കാരിലും കുറച്ച് പല്ല് നിരതെറ്റിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് അത്ര ഒരു അനുയോജ്യമായ ഒരു ഓപ്ഷനല്ല. ഇത് വെക്കുന്ന വഴി നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിൽ ചെറിയ രീതിയിൽ മാറ്റം വരാനും പല്ല് കുറച്ചൊരു പൊന്തിയിരിക്കുന്ന ഒരു ലുക്ക് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെയർ ചെയ്യുകയാണെങ്കിൽ ഇതിനടിയിൽ ഭക്ഷണ സാധനങ്ങൾ കയറി ഇരുന്നിട്ട് പ്ലാക്ക് ഡെപ്പോസിഷൻ വരാനും ബാക്ടീരിയകൾ അടിഞ്ഞുകൂടി നമുക്ക് ഭാവിയിൽ വായുനാറ്റം, മോനരോഗം തുടങ്ങിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റേജിൽ കയറുന്ന ഒരാളാണ്, നിങ്ങളുടെ പല്ലിന് ഇതുപോലെ ചെറിയ രീതിയിൽ നിരതെറ്റലുണ്ട്, ചെറിയ പൊട്ടലുണ്ട്, ചെറിയ വിടവുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ പെർമനൻറ്റ് സൊല്യൂഷനെ പറ്റി കൂടുതൽ അറിയാൻ DM ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.